ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെപ്ലേഴ്സ് ലോസ്. 1600കളിൽ ജീവിച്ചിരുന്ന ഒരു ഫിസിസ്റ്റാണ് ആര്? കെപ്ലർ. അദ്ദേഹം ടൈക്കോ ബ്രാഹെ എന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ എന്നൊരു ആസ്ട്രോണമറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. സാധാരണ സയൻറ്റിസ്റ്റുകൾക്ക് എന്തുണ്ടാവും? അസിസ്റ്റൻറ്റുകൾ ഉണ്ടാവും. അതുപോലത്തെ ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നു ആര്? കെപ്ലർ. അപ്പോൾ ഈ ബ്രാഹെ ഒരു ആസ്ട്രോണമറാണ്. അദ്ദേഹം പ്ലാനറ്ററി മോഷനൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ആസ്ട്രോണമറാണ്. അപ്പോൾ അദ്ദേഹം ഈ മോഷൻസൊക്കെ നല്ല അക്യുറേറ്റ് ആയിട്ട് നോക്കിയിട്ട് അതിൻ്റെ മാത്തമാറ്റിക്കൽ മെഷർമെൻ്റ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് മാത്തമാറ്റിക്കൽ ഡാറ്റ ഉണ്ടായിരുന്നു ഈ പ്ലാനറ്ററി മോഷനൊക്കെയുമായി ബന്ധപ്പെട്ട. അപ്പോൾ കെപ്ലർ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ ഡാറ്റകളൊക്കെ അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനും ഇതൊക്കെ കാണാൻ പറ്റുമല്ലോ. അദ്ദേഹം ഈ ഡാറ്റകളൊക്കെ ഉപയോഗിച്ച് ഈ ഡാറ്റകളൊക്കെ ഫിറ്റ് ആവുന്ന ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി. ഡാറ്റ ഫിറ്റ് ആകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ ആ ഡാറ്റകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോർമുലകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതാണ് കെപ്ലേഴ്സ് ലോ. ആ നിയമങ്ങൾ, ആ ഡാറ്റകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി. ആ നിയമങ്ങൾക്കാണ് കെപ്ലേഴ്സ് ലോസ് എന്ന് പറയുന്നത്. ഇത് ഐസക് ന്യൂട്ടൺ ചെയ്തത് ഇതുപോലെയാണോ? അല്ല. ഐസക് ന്യൂട്ടൺ ചെയ്ത് ഫോഴ്സൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തൊക്കെ അങ്ങനെ എടുത്തതായിരുന്നു അദ്ദേഹം നിയമങ്ങളൊക്കെ, ലോകളൊക്കെ. ഈ ഗ്രാവിറ്റേഷൻ്റെ ലോകളൊക്കെ അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയത്. എന്നാൽ കെപ്ലർ അങ്ങനെയല്ല. കെപ്ലർ ഒരു മാത്തമാറ്റിക്കലായിട്ട് ഡാറ്റകളിൽ നിന്ന് ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് കെപ്ലേഴ്സ് ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, എവരി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം മൂവ്സ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ബീയിങ് അറ്റ് ദ ഒൺ ഓഫ് ദ ഫോസി. അതായത് എല്ലാ പ്ലാനറ്റുകളും സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നത്. എലിപ്സിൻ്റെ ഒരു ഫോക്കസിലായിരിക്കും സണ്ണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ ലോ. രണ്ടാമത്തെ ലോ, ദ റേഡിയസ് വെക്റ്റർ ഡ്രോൺ ഫ്രം ദ സൺ ടു ദ പ്ലാനറ്റ്. അപ്പോൾ അത് മനസ്സിൽ കാണാം, സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് വെക്റ്റർ. അപ്പോൾ എലിപ്സിൻ്റെ ഒരു ഫോക്കസിലായിരിക്കും സണ്ണ് ഇരിക്കുന്നുണ്ടാവുക. എലിപ്സിലൂടെ ആയിരിക്കും പ്ലാനറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള റേഡിയസ് വെക്റ്റർ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ആ റേഡിയസ് വെക്റ്റർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഏരിയ സ്വീപ്പ് ചെയ്യണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു കൊള്ളി ഒരു ഈർക്കിളി ഇങ്ങനെ വെച്ചു. ആ ഈർക്കിളി ഇവിടെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഈർക്കിളി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അടുക്ക ഒരു ഏരിയ വന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈർക്കിളിൻ്റെ സ്ഥാനത്ത് റേഡിയൽ വെക്റ്ററാണ്. ഇതിൽ പ്ലാനറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ റേഡിയസ് വെക്റ്റർ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ ഏരിയ കവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ കവർ ചെയ്യുന്ന ഏരിയ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ ആയിരിക്കും ഇവിടെ സ്വീപ്പ് ചെയ്യുന്നുണ്ടാവുക. അതാണ് രണ്ടാമത്തെ ലോ. മൂന്നാമത്തെ കെപ്ലേഴ്സ് ലോ, the square of time period of the revolution of planet around sun is proportional to cube of the major axis of ellipse. അതായത് പ്ലാനറ്റ് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യാണ്. അപ്പോൾ ആ റെവല്യൂഷന് സ്വാഭാവികമായിട്ട് പീരീഡ് ഉണ്ടാവും. കാരണം അത് പീരിയോഡിക് മോഷനാണ്. പീരീഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ്. അപ്പോൾ പീരീഡ് ഓഫ് പ്ലാനറ്റും ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ മേജർ ആക്സിസും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? സ്ക്വയർ ഓഫ് ദ പീരീഡ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ്. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഇതാണ് 3 കെപ്ലേഴ്സ് ലോസ്. ഇനി നമുക്ക് 3ൻ്റെ പ്രൂഫ് ഉണ്ടാവും. നമ്മൾ പ്രൂഫ് എങ്ങനെ പറയാം? ഒന്നാമത്തെ പ്രൂഫ്, എവരി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം മൂവ്സ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ബീയിങ് അറ്റ് ഒൺ ഓഫ് ദ ഫോസി. അപ്പോൾ ഈ എലിപ്സ് ആണെന്ന് നമ്മൾ തെളിയിക്കണം. അത് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, എലിപ്സാന്ന് കിട്ടിയാൽ നമുക്കൊരു ഡെറിവേഷൻ ഇല്ലേനോ? ഫസ്റ്റ് നമ്മൾ ആ ഇൻ്റഗ്രൽ ഫോർമൽ സൊല്യൂഷനിൽ കൊടുത്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടും. ഏത് കിട്ടും? r = r0/1 - e cos θ
ഈക്വേഷൻ എഴുതുക. പിന്നെന്താ ചെയ്യുക, പ്ലാനറ്റ് സിസ്റ്റത്തിന് എക്സെൻട്രിസിറ്റി 1 ഇടക്കാണ്. സോ ഇതെന്തിൻ്റെ ഇക്വേഷനായി മാറും, എലിപ്സിൻ്റെ ഇക്വേഷൻ ആവും എന്നുള്ള ആ ഒരു പ്രൂഫ് ഇവിടെ കൊടുക്കുക. അതാണ് ഇതിൻ്റെ പ്രൂഫ്, ഫസ്റ്റ് ലോൻ്റെ പ്രൂഫ്. അല്ലാതെ ഇവിടെ നമ്മൾ എക്സ്ട്രാ പ്രൂഫൊന്നും തരുന്നില്ല. അതുതന്നെയാണ് എന്ത് ഇവിടുത്തെ പ്രൂഫ്. നമ്മൾ പ്ലാനറ്ററി മോഷനിൽ നമ്മൾ ഇത് നടത്തിയില്ലേ, സ്റ്റാർ പ്ലാനറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, ആ ഡെറിവേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ആ ഡെറിവേഷൻ കൊടുക്കുക. ഇനി രണ്ടാമത്തെ ലോ, റേഡിയൽ വെക്റ്റർ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതിൻ്റെ പ്രൂഫ് എന്താണ്? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ദ എലിപ്റ്റിക്കൽ ട്രാജക്ടറി ഓഫ് സൺ പ്ലാനറ്റ് സിസ്റ്റം. ദ ട്രാജക്ടറി കൺസിഡർ എ സ്മോൾ ടൈം ഇൻ്റർവൽ dt so that the radial vector moves from r to r plus delta dr so that it sweeps a small area dA. അതായത് നമ്മുടെ പ്ലാനറ്റ് ഇവിടെ ആയിരുന്നു ആദ്യം, റെഡ് കളറിൽ കാണിക്കാം. അപ്പോൾ ഈ പ്ലാനറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്തു, ഒരു dt ടൈം ഇൻ്റർവൽ കൊണ്ട് ഇവിടെ എത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, എന്ത് വന്നു, ഇതിൻ്റെ ഉള്ളിലൊരു ഏരിയ വന്നു. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഏരിയ വന്നില്ലേ, ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഏരിയ. അപ്പോൾ dt സമയം കൊണ്ട് dA ഏരിയ കവർ ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് dA അവിടെ കണ്ടെത്താൻ പറ്റും. നൗ ദ സ്മോൾ ഏരിയ dA ഈസ് ഗിവൺ ബൈ, ഈ ഏരിയ എങ്ങനെ കണ്ടെത്തുന്നത്, സ്മോൾ ടൈം ഇൻ്റർവെല്ലുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളായിട്ട് കരുതാം. ഒരു ട്രയാങ്കിളായിട്ട്, ഈ ആംഗിൾ d തീറ്റയാണ്, ഇവിടുത്തെ ആംഗിൾ d തീറ്റ, ഇത് r. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസായിട്ട് നമുക്ക് ഇതിനെടുക്കാം, ഇതിൻ്റെ ഹൈറ്റായിട്ട് ഇതെടുക്കാം. അപ്പോൾ ഇത് ചെറിയ ഇതായത് കൊണ്ട് തന്നെ ഇതൊക്കെ ഏകദേശം ഒരേ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ആറായിട്ട് തന്നെ എടുക്കാം. ബേസ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇതിന് നമുക്കൊരു ആർക്കായിട്ട് കരുതാം. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ. അപ്പോൾ d തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ആംഗിൾ d തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്, ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനെ നമുക്ക് റേഡിയസ് ആയിട്ട് എടുക്കാം, r, ഓർ ആർക്ക് ഈസ് ഈക്വൽ ടു ആർ d തീറ്റ. അപ്പോൾ ഈ ലെങ്ത് കിട്ടി, ആർ d തീറ്റ. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ dA, ഇതിൻ്റെ ഏരിയയാണ് dA. ഇതാണ് നമ്മളിങ്ങോട്ട് നീട്ടി വരച്ചത്, ഇതിനങ്ങോട്ട് വരച്ചതാണ്. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെയല്ല, ഹാഫ് BH അല്ലേ, ഹാഫ് BH ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇവിടെ കൊടുക്കുക. ഹാഫ് ഇൻറ്റു ബേസ് എന്താ, ആർ d തീറ്റ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 6 തന്നെയാണ്, അപ്പോൾ 6 എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു ഹാഫ് r² d തീറ്റ. ഓക്കെ, അതാണ് സ്മോൾ എലമെൻ്റൽ ഏരിയ ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ dt dA. dA ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും, dA ഈസ് ഈക്വൽ ടു ഹാഫ് r² d തീറ്റ. അപ്പോൾ ഇത് dt എന്ന ടൈം ഇൻ്റർവെല്ലിലാണ് ഈ dA ഏരിയ കവർ ചെയ്യപ്പെടുന്നത്. ഒരു dA ടൈം ഇൻ്റർവെല്ലിലാണ് എന്ത് ചെയ്യുന്നത്, dt എന്ന ടൈം ഇൻ്റർവെല്ലിലാണ് dA എന്ന ഏരിയ കവർ ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ, റേറ്റ് ഓഫ് സ്വീപ്പിംഗ് ഏരിയ സ്വീപ്പ് ചെയ്യുന്ന റേറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൊത്തമായിട്ട് dt കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ dA ബൈ dt ഈസ് ഈക്വൽ ടു 1/2 r² d തീറ്റ. ഇവിടെയും dt കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ dt, ഇതെങ്കിലും നിന്നെ മൊത്തം ഇവിടെ dt കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിറ്റിനെ d തീറ്റേൻ്റെതായ ഞാൻ എഴുതി, എവിടെ എഴുതിയാലും കുഴപ്പമില്ല, d തീറ്റേൻ്റെതായ എഴുതി. അപ്പോൾ dA ബൈ dt ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും, dA ബൈ dt ഈസ് ഈക്വൽ ടു ഹാഫ് r² തീറ്റ ഡോട്ട്, ഹാഫ് r² തീറ്റ ഡോട്ട്. നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ അറിയായിരുന്നു, നമ്മൾ മുമ്പ് കണ്ടെത്തിയതാണ്. ബട്ട് വി നോ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഈസ് എ കോൺസ്റ്റൻറ്റ്.
ആംഗുലർ മൊമെൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ് സെൻട്രൽ ഫോഴ്സ് മോഷനിൽ നിന്നൊക്കെ നമ്മൾ ആദ്യം മുമ്പത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആ വാല്യൂ എന്താണ്? L ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഇതൊക്കെ കണ്ടെത്തുന്നതൊക്കെ അന്ന് പറഞ്ഞിരുന്നു, അതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ ദെർഫോർ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്താണ്? L ബൈ മ്യൂ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഇൻ അവർ ഏരിയ ഇക്വേഷൻ, ഏരിയൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിൽ അത് കൊടുത്തു നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? dA ബൈ dt ഈസ് ഈക്വൽ ടു ഹാഫ് ആർ സ്ക്വയർ തീറ്റ ഡോട്ടിന് പകരം L ബൈ മ്യൂ, അതായത് L ബൈ 2 മ്യൂ. അപ്പോൾ എന്തായി? dA ബൈ dt ഈസ് ഈക്വൽ ടു L ബൈ 2 മ്യൂ. L is a constant, mu is a constant, everything is a constant. Therefore, rate of change of sweeping area is a constant. അതായത് ഏരിയ സ്വീപ്പ് ചെയ്യുന്ന റേറ്റ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. വിച്ച് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ സ്വീപ്പ് ചെയ്യും. അതായത് റേഡിയസ് വെക്റ്റർ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഇതാണെന്ത്? സെക്കൻഡ് ലോൻ്റെ പ്രൂഫ്. ഇപ്പോൾ ഏതുപോലെയാണ് നമ്മൾ സ്പീഡൊക്കെ നമ്മൾ പറയില്ല, സ്പീഡ് ഈസ് ഈക്വൽ ടു dx ബൈ dt എന്ന്. അപ്പോൾ dx ബൈ dt കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ പറയും ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഈക്വൽ ടൈമിൽ ഈക്വൽ ഏരിയ ആണ് കവർ ചെയ്യാന്ന്. ഓക്കെ. ഓർ വി ക്യാൻ സേ ഏരിയൽ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഏരിയൽ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് സെക്കൻഡ് ലോൻ്റെ പ്രൂഫ്. സിമ്പിൾ പ്രൂഫാണ്. അത് ഈ ട്രയാങ്കിളായിട്ട് എന്ത് ചെയ്യുക? സ്മോൾ ഇൻ്റർവെല്ലിലെ മോഷൻ കൺസിഡർ ചെയ്താൽ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തുക, പിന്നെ ഏരിയനെ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുക, അതായത് dt കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഈക്വൽ ടു ഒരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ടേംസ് കൊടുത്താൽ ഇതെന്തായി മാറും? മൊത്തം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. ഇതാണ് സെക്കൻഡ് ലോൻ്റെ പ്രൂഫ്. ഇനി തേർഡ് ലോ എന്തായിരുന്നു? സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ് അറൗണ്ട് സൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് മേജർ ആക്സിസ് ഓഫ് എലിപ്സ്. അതിൻ്റെ പ്രൂഫ്. അടുത്തത് സ്ക്വയർ ഓഫ് ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് മേജർ ആക്സിസ്, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഇതിൻ്റെ പ്രൂഫാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ്? അപ്പോൾ മൂന്നാമത്തെ ലോൻ്റെ പ്രൂഫാണ് പറയുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് CM. നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഇവിടെ നമ്മൾ വരച്ചല്ലോ, ഇതിലിപ്പോൾ C ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ട് ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം പറയുകയാണെങ്കിൽ എന്താ വരിക? നമ്മൾ മുമ്പ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞതാണ്. L ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ വന്ന ആ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഇതിനെങ്ങനെ എഴുതാം? മ്യൂ ആർ സ്ക്വയർ ഡി തീറ്റ ബൈ dt. ഇതിനെ എന്താ ചെയ്യുക? dt അങ്ങോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് എന്താ ചെയ്യുക? രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതെങ്ങനെ എഴുതാം? ഈ മ്യൂനൈസ് കൊണ്ടുപോവുക, dt അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ എങ്ങനെ വരിക? ഈ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോറി, ഹാഫ് കൊണ്ടല്ല, രണ്ട് കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താവും? L ബൈ 2 മ്യൂ dt ഈസ് ഈക്വൽ ടു ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ. ഇനി രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രേഷന് ലിമിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ വരിക? നമ്മളൊരു കംപ്ലീറ്റ് പീരീഡിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0 to t കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഡി തീറ്റ എങ്ങനെ മാറുക? 0 മുതൽ 2π വരെ വേരി ചെയ്യും ഒരു കംപ്ലീറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താണ് ശരിക്ക്? ഇതെന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ? പോളാർ കോർഡിനേറ്റിൽ എലമെൻ്റൽ ഏരിയയാണ്. മുമ്പത്തെ വീഡിയോയിൽ നമുക്ക് അതല്ല എലമെൻ്റൽ ഏരിയ ആയി കിട്ടിയത്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ സ്മോൾ ഏരിയ നമുക്ക് എന്താ കിട്ടിയത്? ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ. അപ്പോൾ ഇത് പോളാർ കോർഡിനേറ്റിലെ എലമെൻ്റൽ ഏരിയക്ക് പറയുന്ന പേരാണ് ഈ ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ. അത് ഓർമ്മ ഉണ്ടാവുക, മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? DA സ്മോൾ ഏരിയയാണ്. അപ്പോൾ ഇതിനൊരു മൊത്തമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് എലിപ്സ് കിട്ടും.
ആർ എച്ച് എസിൽ എന്ത് കിട്ടും? നമുക്ക് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എൽ എച്ച് എസ് എന്തായി മാറും? L/2 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 to t dt ഈക്വൽ ടു ആർ എച്ച് എസിലുള്ളത് ഡി എ ആണ്. ഡി എനെ മൊത്തമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് എലിപ്സാണ് കിട്ടുക. ഏരിയ ഓഫ് എലിപ്സ് എന്താ? അതിന് ജനറൽ എക്സ്പ്രഷൻ അറിയില്ല. ഏരിയ ഓഫ് എലിപ്സിൻ്റെ πAB ആണ്. πAB. ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. നൗ പുട്ട് എനർജീൻ്റെയും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും ടേമിൽ എനെ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ മുമ്പ് പറഞ്ഞതാണല്ലോ. മുമ്പ് പറഞ്ഞതല്ലേ. ഇത് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാം നമുക്ക്. ഇതാ A = C/2e, B = L/√-2μe. അപ്പോൾ നമുക്കവിടെ കൊടുക്കാം. അപ്പോൾ A = C/-2e, B = L/√-2μe. അപ്പോൾ അത് ഇതിൽ കൊടുക്കുക. എക്കും ബിക്കും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തായി മാറും? ഇക്വേഷൻ 1 ബിക്കംസ്, ഇക്വേഷൻ 1 എന്താവും? L/2μ × t. ഈ ഇക്വേഷൻ എന്തായി മാറും? L/2μ × t. LHS അതുപോലെ തന്നെ. RHS π × എക്ക് പകരം C/-2e, ബിക്ക് പകരം L/-2μe. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്താവും? L² T²/4μ² ഈക്വൽ ടു π² C²/4e² ഇൻറ്റു L²/-2μe. അപ്പോൾ ഇത് T² ഈ സൈഡിൽ നിർത്തുകയാണെങ്കിൽ T² ഈക്വൽ ടു π² C² L². അവിടെ ഒരു L² നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ L² ഇനി വേണ്ട. ഇതിനെങ്ങനെ എഴുതി? L² പോവും. പിന്നെ π² C² 4 × 2 8 e³ ഇവിടെ E² ഉണ്ട്, ഇവിടെ E ഉണ്ട്. E³ പിന്നെ ഒരു മ്യൂ ഇവിടെ ഉണ്ട്, ഒരു മൈനസ് സൈനും ഉണ്ട് കേട്ടോ. ഈ മൈനസ് സൈൻ ശരിക്ക് പോവും. ഇവിടെ എനർജിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ മൈനസ് പോവും ശരിക്ക്. അപ്പോൾ എന്താ വരിക? T² ഈക്വൽ ടു മൈനസ് ഇങ്ങനെ വരിക. എനർജി നെഗറ്റീവ് ആയതുകൊണ്ട് അത് ഇവിടെ ഇതാകുമ്പോൾ ഓവറോൾ പോസിറ്റീവായി മാറും. ഒരു മ്യൂവും പെട്ടെന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഇതിനൊന്ന് നമുക്ക് ഒഴിവാക്കി കളയാം. ഇങ്ങനെ വരിക, കട്ട് ചെയ്ത് കളയുമ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ ഇതിനെ നമുക്ക് എൻ്റെ ടേമൊക്കെ എഴുതാം. തേർഡ് ലോ അല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. സെമി മേജർ ആക്സിസിൻ്റെ ടേമിലേക്ക് നമുക്കിത് കൊണ്ടുവരാം. അപ്പോൾ T² ഈക്വൽ ടു മൈനസ് π² ഇൻറ്റു 4μ ഇവിടെ കട്ടെ ഇൻറ്റു ഇനി C² ഇതല്ലേ, C²/8e³ ആണുള്ളത്. അപ്പോൾ ഈ 8 ഇവിടെ മേലെ അടിയിലും നമുക്കിപ്പോൾ എൻ്റെ ടേമിലേക്കാണ് കൊണ്ടുവരേണ്ടത്. എ എന്ന് പറഞ്ഞാൽ C/2e ആണ്, അതിൻ്റെ C/-2e ആണ്. അപ്പോൾ അതിൻ്റെ ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? മേലെ അടിയിലൊരു C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്താവും? C³ ആവും. അടിയിലൊരു സിയും വരും. ഓക്കെ, ഈ മൈനസ് സൈന് ഇവിടെ കൊണ്ടുപോയി എഴുതാം.
അപ്പോൾ ഇതിനെ മാത്രം നമുക്ക് ഇനി എൻ്റെ ടേമിൽ എഴുതാൻ പറ്റും. എന്താവും പൈ സ്ക്വയർ 4π² മ്യൂ ബൈ സി ഇൻറ്റു സി ബൈ -2e ഹോൾ ക്യൂബ്. അങ്ങനെ ഇതിൽ കൂടെ അതായത് ക്യൂബ് ചെയ്യുമ്പോൾ C³ -8e ക്യൂബ് ആവും. അപ്പോൾ സി ബൈ -2e ആണ് എന്ത് എ. അതിൻ്റെ ടേംസ് കൊണ്ടുവരുമ്പോൾ എന്താവും T² = 4π² മ്യൂ ബൈ സി ഇൻറ്റു a³ അപ്പോൾ T² പ്രപ്പോർഷണൽ ടു a³ ആണെങ്കിൽ നമുക്ക് 2a³ ആക്കാം. മേലെ അടിയിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താവും 8π² മ്യൂ ബൈ 2c. ഈ 8നെ ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ 8a³. 8 തന്നെ നമുക്ക് എന്ത് ചെയ്യാം 2a ഹോൾ ക്യൂബ് എന്ന് എഴുതാം. T² ഇങ്ങനെ എഴുതാം. 2a ആണ് എന്ത് ഡബിൾ ഓഫ് സെമി മേജർ ആക്സിസ് ഈക്വൽ ടു മേജർ ആക്സിസ്. T² = π² µ² by 2c into a³, where a is equal to major axis equal to 2 times semi major axis, or T² proportional to a³. ഇതിങ്ങനെ പറഞ്ഞാലും ശരി തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ T² proportional to a³, രണ്ടും ശരിയാണ്. കാരണം ഇതിപ്പോൾ a³ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ ക്യാപിറ്റൽ എ ആവണത്. അപ്പോൾ എന്തായാലും പ്രൊപ്പോർഷണാലിറ്റി മാറണമൊന്നുമില്ല, രണ്ടും ശരിയാണ്. T² പ്രൊപ്പോർഷണൽ ടു മേജർ ആക്സിസിൻ്റെ ക്യൂബ് ഓർ T² പ്രൊപ്പോർഷണൽ ടു സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബ്, രണ്ടായാലും ശരി തന്നെയാണ്. അപ്പോൾ ഇതാണ് എന്ത് കെപ്ലേഴ്സ് തേർഡ് ലോ. സ്ക്വയർ ഓഫ് ദ പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് മേജർ ആക്സിസ്. സോറി, നമ്മുടെ അടുത്തൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇവിടെ മ്യൂ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ക്വയർ ഇവിടെ വേണ്ട, മ്യൂവിന് സ്ക്വയറിനില്ല. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഇതാണിപ്പോൾ മൊത്തമായിട്ടുള്ള ഫോർമുല. ഇത് വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം. T² = π², മ്യൂക്ക് പകരം m/m+m എന്ന് കൊടുക്കാം, ബൈ 2. സിക്ക് പകരം എന്ത് കൊടുക്കാം gmm ഇൻറ്റു a³. ഇതിൽ m കളയാൻ പറ്റും. അപ്പോൾ അത് m സ്മോൾ എമ്മിൻ്റെ ക്യാപിറ്റൽ എം അടിയിലും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടി കളയാം. അപ്പോൾ അതിന് ശേഷം π² ബൈ 2g ഇൻറ്റു m+m ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ മൊത്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ k എന്ന് വിളിക്കാം. T² = ka³, where k is equal to π² by 2gmm+m. അപ്പോൾ ഓരോ പ്ലാനറ്റിനും ഈ k മാറും. കാരണം എന്താ, ഇതിൻ്റെ ഓരോ പ്ലാനറ്റിനും മാസ് മാറുന്നുണ്ട്. പക്ഷേ ഓവറോൾ നമുക്ക് ഇൻ സോളാർ സിസ്റ്റം ഓവറോൾ എല്ലാ പ്ലാനറ്റിൻ്റെയും ഇതെന്താ എങ്ങനെയാണ്, മാസ് വെരി വെരി ലെസ് ദാൻ മാസ് ഓഫ് സൺ ആണ്. വെരി വെരി ലെസ് ദാൻ മാസ് ഓഫ് സൺ. അങ്ങനെയാണെങ്കിൽ k എല്ലാത്തിനും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ തന്നെയാണ്. അപ്രോക്സിമേറ്റ്ലി ആൾമോസ്റ്റ് എന്താണ് k ഈസ് കോൺസ്റ്റൻറ്റ്. k ഈസ് ആൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ പ്ലാനറ്റ്സ്. കാരണം എന്താ, എല്ലാ പ്ലാനറ്റിൻ്റെയും മാസ് സണ്ണിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏതെടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ വലിയ മാറ്റമൊന്നും വരാനില്ല. k ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. നമുക്ക് എല്ലാത്തിനും ഒരു ഏകദേശം ഒരു വാല്യൂ ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. താങ്ക് യു. ഇതാണെന്ത് നമ്മുടെ തേർഡ് ലോ. അപ്പം ഫസ്റ്റ് ലോൻ്റെയും സെക്കൻഡ് ലോൻ്റെയും തേർഡ് ലോൻ്റെ എല്ലാ പ്രൂഫുകളായി. ഇനി തേർഡ് ലോൻ്റെ പ്രൂഫ് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, അതും ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.